ഹബ- ഹബക്കൂക്ക് ചാപ്റ്റർ 1 ഒന്നാം അധ്യായം. അവിടെ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം. ഒന്നാം അധ്യായത്തിന്റെ ഈ പുസ്തകം 3 അധ്യായങ്ങൾ മാത്രം. There's only 3 chapters. ഈ 3 അധ്യായത്തില് 2 ചോദ്യം ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കും. ദൈവം ആ 2 ചോദ്യത്തിനും മറുപടി പറയും. 3-ാം അധ്യായത്തിൽ ഈ മറുപടി നിമിത്തം ഹബക്കൂക്ക് പാടുന്ന ഒരു പാട്ട്, അതായി പുസ്തകം. ഇത് യഹൂദ, ഇസ്രായേല് ഓൾറെഡി അടിമത്തത്തിൽ പോയി. അത് കഴിഞ്ഞപ്പോ യഹൂദ ബാക്കിയും. അന്നേരം യഹൂദ പാപം ചെയ്ത് അങ്ങ് എത്ര പറഞ്ഞിട്ടും കർത്താവ് പറയുന്ന കേൾക്കത്തില്ല. ആ ഒരു സമയത്ത് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ചോദ്യമാണ് ഈ പുസ്തകം. യഹൂദ പാപം ചെയ്തുകൊണ്ടിരിക്കുക, ഇസ്രായേല് അടിമത്തത്തിൽ പോയി. ഇവര് വളരെ മോശമായിട്ട് ജീവിക്കുമ്പോൾ ഈ പ്രവാചകൻ എത്ര പറഞ്ഞിട്ടും ഇവർക്കൊരു മനസ്താപം ഉണ്ടാകുന്നില്ല. ആ സമയത്ത് ദൈവത്തോട് ചോദിച്ച 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം അതിന്റെ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുൻപിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെടുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലേ നമ്മളിപ്പോ കാണുന്നത്. ഹബക്കൂക്ക് പറയാ, എന്റെ കർത്താവ്, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, നീ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ചുറ്റിനും ഒത്തിരി മ്ലേച്ഛത ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. എത്ര പറഞ്ഞിട്ട് ഇവർക്കാർക്കും ഒരു മാറ്റവും ഇല്ല. എത്ര നാൾ നീ മിണ്ടാതിരിക്കും കർത്താവ്? അത് മാത്രമല്ല, ഇത്രയും നീതിയോട് ഞാൻ കണ്ടോണ്ടിരിക്കുക. നീ നീതിയുള്ളൊരു ദൈവമല്ലേ കർത്താവ്, നീ എങ്ങനെ മിണ്ടായിരിക്കുന്നത്? ഹൗ ലോങ് ലോഡ്? സഹായത്തിന് വിളിച്ചിട്ടും നീ എന്ത് ചെയ്യുന്നില്ല? മറുപടി അയക്കുന്നില്ല. കർത്താവിന്റെ മറുപടിയാ 1-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ മറുപടിയാ. ഈ മറുപടിയുടെ 2-3 വാക്യം മാത്രം വായിക്കുക. 5-ാം വാക്യം വായിക്കുക. ദൈവം അതിന്റെ മറുപടി പറയും. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ മതി ഇല്ല, ഞാൻ ബാക്കി ഞാൻ പറയാം. കർത്താവ് പറയാ, നീ പറഞ്ഞല്ലോ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യും, പിന്നല്ല, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ചെയ്യാൻ പോകും. അത് പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല, ആരും വിശ്വസിക്കത്തില്ല. ആരും വിശ്വസിക്കാൻ പോകും. എന്തോന്നറിയോ? പറയുക, ബാബിലോൺ എന്ന് പറഞ്ഞൊരു ദേശത്തെ കൊണ്ട് ഇവർക്കെതിരെ അവരെ ഉപയോഗിച്ച് ദൈവം ന്യായം വിധിക്കും. അവര് വളരെ നിഷ്ഠൂരന്മാരായ മനുഷ്യർ. അവര് വന്ന് ഇവരെ അതോ ഒരു ടോർച്ചർ ചെയ്ത് ഇഷ്ടം പോലെ ശിക്ഷ കൊടുക്കും. അവരടിമത്തത്തിൽ പോകും. അതും അവരുടെ സ്വഭാവം കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്. അവര് നിങ്ങളെ വന്ന് പിടിച്ചടക്കുമ്പോൾ അവരുടെ ദൈവത്തിന് നന്ദി പറയും. അവര് വളരെയധികം ഫിയർസമാണ്. ഇവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കും. അന്നേരം കർത്താവ് പറഞ്ഞത് ഒന്ന് ഓർത്തോണം. ഇത് വായിക്കുമ്പോൾ ഓർക്കണ്ട, നമ്മൾ വിചാരിക്കുന്ന രീതികളല്ല ദൈവത്തിന്റെ വിചാരം. യശയ്യാപ്രവചനത്തിൽ പറഞ്ഞത് വളരെ, മൈ വേസ് ആർ നോട്ട് മാൻസ് വേസ്. നമ്മൾ വിചാരിക്കും. സത്യം പറഞ്ഞ ഈ പാവം പ്രവാചകൻ എന്തോ
കൂടി വന്ന അവരൊന്ന് ഉരുണ്ട് വീഴും, അല്ല 2 വടി എടുത്ത് 2 അടി അടിക്കും കർത്താവ്. അത് തന്നെയല്ല, അടിക്കുമ്പോഴാണെങ്കിലും ഉടനങ്ങ് അടിക്കും, കർത്താവ് എളുപ്പം നിങ്ങൾക്ക് ക്ഷമിക്കും. അതായിരുന്നു ഹബക്കൂക്കിന്റെ വഴി. ദൈവത്തിന്റെ വഴി എന്തോ? ദീർഘക്ഷമ. പക്ഷെ അടിക്കുമ്പോ ചില്ലറ അടിയല്ല അടിക്കാൻ പോകുന്നത്. വഹിക്കാൻ വയ്യാത്ത അടി അടിക്കാൻ പോകും. വഹിക്കാൻ വയ്യാത്ത അടി മാത്രമല്ല, ഒരു രീതിയിലും വിചാരിക്കാത്ത വ്യക്തിയെ കൊണ്ട് കൂടെ അടുപ്പിക്കാൻ പോകും. മനസ്സിലായ? അത് ഒരു രീതിയിലും പ്രവാചകന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കർത്താവ് നീ എന്തായി പറയുന്നേ? പ്രവാചകന്റെ 2ാമത്തെ ചോദ്യം, 12ാം വാക്യം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലോ. ഞാൻ മരിക്കുകയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവരെ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലെ നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും. ഇനി ബാക്കി ഞാൻ എന്തോന്ന് പറയാം. 1:12 മുതൽ 2:1 വരെ ഹബക്കൂക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ബാബിലോണിലെ ആൾക്കാരെ വെച്ച് ഇസ്രയേലുള്ള ആൾക്കാരെ ഭേദം. അന്നേരം ഈ സാധാരണ ദോഷം ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ നീ ഭയങ്കരമായിട്ടും ദോഷം ചെയ്യുന്ന ആൾക്കാരെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. God, are you going to punish injustice by using people who does more injustice? അതാണ് നീ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല കർത്താവേ, അവരിതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ദൈവത്തിന് നന്ദി പറയും. അവര് വിഗ്രഹങ്ങളെ ആരാധിക്കും, അവർ ഐഡൽസിനെ ആരാധിക്കും, അവര് വല വെച്ച് നമ്മളെ പിടിച്ച വലയെ അവർ ആരാധിക്കും. അങ്ങനെയുള്ളപ്പോൾ നീ അതെങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്? കാരണം നീ നീതിമാനായ ദൈവമല്ലേ. 2 ചോദ്യങ്ങൾ. വൈ ആർ യു ഡിലേയിങ്? വൈ ആർ യു ഡൂയിങ് ദ അൺഎക്സ്പെക്ടഡ്? 2 ചോദ്യങ്ങൾ മറന്നുപോകും. ഒന്നെന്തോ? വൈ ആർ യു ഡിലേയിങ്? വൈ ആർ യു ഡൂയിങ് ദ അൺഎക്സ്പെക്ടഡ്? മറന്നുപോലെ. ഞാൻ ഒന്നുകൂടെ പറയാം. ആ ചോദ്യം ദൈവത്തോട് ചോദിക്കാം. കാരണം ആ ദൈവം നമ്മുടെ ദൈവമാണ്, അത് നമ്മുടെ പിതാവ്. 2 ചോദ്യങ്ങൾ. ദൈവമേ, നീ എന്താ താമസിക്കുന്നത്? നീ എന്താ മറുപടി പറയാം? ദൈവം പറഞ്ഞു, നീ പ്രതീക്ഷിക്കാത്തതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. അവിടെ കർത്താവേ, ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? യു ആർ ഡൂയിങ് സംതിങ് വിച്ച് ഇസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആൻഡ് അൺഅക്സെപ്റ്റബിൾ ടു. ഇത് അംഗീകരിക്കാൻ പറ്റാത്തതും പ്രതീക്ഷിക്കാത്തതും ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്തതും നീ ചെയ്യുന്നു. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? വൈ ആർ യു ഡൂയിങ് ദിസ് കർത്താവ്? എന്നിട്ട് പ്രവാചകന്റെ വേദന കൂടിയിട്ട് ആ ചോദ്യത്തിന്റെ അവസാനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വായിച്ചു. 2:1. ഞാൻ കൊത്തളത്തിൽ നിന്നും കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത് നീ ദർശനം. മതി. വായി. കർത്താവിന്റെ മറുപടിക്ക് മുമ്പ് കർത്താവെ, ഞാന് നോക്കിയിരിക്കും എന്റെ ഈ ചോദ്യത്തിന് ദൈവം എന്തോ മറുപടി പറയാം. ഞാനൊരു വാച്ച് ടവറിന്റെ മണ്ടേ കയറുന്നു. എന്റെ കർത്താവെ, നീ ഇതിനെന്തോ മറുപടി പറയാം? ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കും. സോ ഫസ്റ്റ് തിങ്, നമുക്ക് ലെസൺ ഹൗ ലോങ് എന്നുള്ള ചോദ്യം വരുമ്പോഴും വൈ ഗോഡ് എന്ന ചോദ്യം വരുമ്പോൾ ദൈവസന്നിധി പോയി അങ്ങ് ചോദിച്ചോ. നോട്ട് ഇൻ എ നൺ. അത് നമ്മൾ വിശ്വാസം വിട്ട് പുറകോട്ട് പോകാൻ പലർക്കും എന്തോ പറ്റുന്നതെന്നറിയാം. ഈ ചോദ്യങ്ങൾ നിമിത്തം ദൈവത്തോട് ചോദിക്കാതെ വിശ്വാസയാത്ര വിട്ട് പുറകോട്ടങ്ങ് പോവുക. പറഞ്ഞു മനസ്സിലായി? ചോദ്യത്തിന് മറുപടി ഇല്ല. അതുകൊണ്ട് എന്താ പറ്റി? കർത്താവിനെ വിട്ടങ്ങ് കർത്താവിനെ വിട്ടു പോവാ. ഇപ്പൊ പ്രാർത്ഥിക്കത്തുമില്ല, ബൈബിൾ വായിക്കത്തില്ല.
നമ്മൾ എന്ത് ചെയ്യണം? ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഈസ് നോർമൽ ഫോർ അസ് ടു ഹാവ് ദീസ് ക്വസ്റ്റ്യൻസ്. ഹൗ ലോങ്? വൈ ലോഡ്? എന്ത്? ഹൗ ലോങ്? വൈ ലോഡ്? രണ്ട് ചോദ്യം എങ്ങോട്ടാ കൊണ്ട് ചെല്ലേണ്ടത്? ദൈവസന്നിധി കൊണ്ട് ചെല്ലണം. ഹബക്കൂക്കിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഹബക്കൂക്ക് പറഞ്ഞ, കർത്താവ് ഇതിന്റെ മറുപടി നീ തരാതെ ഞാൻ നിന്നെ വിട്ടു പോകുന്നത്. ഐ എം ഗോയിങ് ടു വാച്ച് ആൻഡ് വെയിറ്റ്. അവിടാണ് കാര്യം. ചോദ്യമല്ല പ്രശ്നം, മറുപടിക്കായിട്ട് ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഹൃദയമാണ് വേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? ചോദ്യം നമുക്കെല്ലാം ഉണ്ടാവും ജീവിതത്തിൽ. നമ്മളെ പ്രതീക്ഷിക്കാത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മനുഷ്യനോടല്ല ചോദ്യം ചോദിക്കേണ്ടത്, പിന്നെ എന്തുവാ? ദൈവത്തോട് പറയണം, കർത്താവ് നീ മറുപടി പറയാൻ ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു സ്റ്റേ ഹിയർ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദി ആൻസർ. എനിക്ക് ഇതിന്റെ മറുപടി ഇല്ല. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് ട്രൂത്ത്ഫുൾ. ഞാൻ എൻ്റെ കാര്യം ആത്മാർത്ഥമായിരുന്നു. എനിക്ക് പലപ്പോഴും ചോദ്യം ചോദിക്കാൻ പേടി. കാരണം അയ്യോ ഞാൻ അറിയാതെ പാപം ചെയ്യുമോ എന്നുള്ള പേടി. ഈ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, if the heart intent is correct, you can ask tough questions to your father because no question is too big for my father. അല്ലേ? ദൈവത്തിന് ഒരു ചോദ്യവും ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. എല്ലാ ചോദ്യവും ദൈവത്തിന് ഈസിയാ. പക്ഷെ ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല, എനിക്കിതിന്റെ മറുപടി അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവ് നീ ഇതിന് എനിക്കൊരു മറുപടി തരണമേ. കാരണം നീ മറുപടി തന്നില്ല, എനിക്ക് എങ്ങോട്ടും പോകാനില്ല. ഈ അവർക്കൊക്കെ പറഞ്ഞു, ഞാൻ വിട്ടിട്ട് പോകാൻ പോകുന്നില്ല. നമുക്ക് സ്റ്റേ ഹിയർ. കാരണം വേറെ എവിടെ പോകാന്? വേറെ എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. കർത്താവിന്റെ മറുപടി ക്ലാസിക്. 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവ് പറയുന്നത് ഇങ്ങനെ, ഒരു പലകയിൽ എഴുതി വെക്കണം. കുതിരപ്പുറത്ത് ഒരാൾ പോവുകയാണെങ്കിൽ ആ ആക്ക് വായിക്കാവുന്ന രീതി വലുതായിട്ട് എഴുതണം. എന്ത് എഴുതണ്ടേ? ദർശനത്തിനൊരു കാലാവധിയുണ്ട്. അത് താമസിച്ചാലും പൂർത്തീകരിക്കും. നീ എന്താ ചെയ്യണം? വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പാപം ചെയ്യരുത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ ഒരൊറ്റ വാക്യം വേദോത്സവത്തിൽ 3 പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ദ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. കാരണം അതായിരുന്നു ചർച്ചിന്റെ ജനനത്തിന് കാരണം. ബിക്കോസ് വൺ പ്രോഫറ്റ് said, God, unless you reply, I'm not going to go. അന്നേരം ചോദ്യത്തിന് മറുപടി ഇല്ലാത്തപ്പോൾ കർത്താവിന് മറുപടി ഇതാ, I am going to do something which is good. But you wait, continue to pray and live righteous. എന്നോട് പറയാം, കർത്താവിന്റെ പ്ലാനിന് ഒരു കാലാവധിയുണ്ട്. അത് ദൈവത്തിന്റെ സമയം. അതിനായി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം, നീതിയോടുകൂടെ ജീവിക്കണം. എന്തൊക്കെയാ? അതിനായി കാത്തിരിക്കണം, അതിനായി പ്രാർത്ഥിക്കണം, അതിനായി നീതിയോടുകൂടി ജീവിക്കണം. ദാറ്റ്സ് എ സൊല്യൂഷൻ. ഓ, അതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. That is not what I expect. God could have told exactly date. എല്ലാം പറയാൻ പറ്റും. കർത്താവിന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഹബക്കൂക്കിന് അത് വഹിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. ഹബക്കൂക്കിന് ഇപ്പൊ ഇത്ര വഹിക്കാൻ പറ്റും. നമ്മളൊരു ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയത്തില്ല, എപ്പോഴും എളുപ്പം എത്തും. അതിനെ നമ്മൾ തന്നെ ഫുൾ ഡീറ്റെയിൽസ് പറയത്തെ. കാരണം അത് വഹിക്കാനുള്ള ശേഷിയില്ല. അല്ലെ ഇപ്പോഴേ കരച്ചിൽ തുടങ്ങും. അവരുടെ നന്മയ്ക്കായിട്ടാ നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. നല്ല പിതാക്കന്മാരില്ലേ, ദൈവം എല്ലാം നമുക്ക് പറഞ്ഞു തരാത്തതിന് കാരണം ഈ യാത്രയുടെ എല്ലാ കേർവ്സും ടേൺസും നമുക്കറിയാമെങ്കിൽ ഇപ്പോഴേ ഇട്ടിട്ടോളും.
അബ്രഹാമിനോട് പറയുക, മോറിയമല ഉണ്ടായിരുന്നു, അബ്രഹാമെ മമ്രയുണ്ട്, പോകുന്ന വഴിക്ക് ഈജിപ്റ്റ് ഉണ്ട്, നെഗ്വേവ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഊരിൽ നിന്ന് തല്ലിക്കൊന്നും ഇറങ്ങുമോ? പറ്റത്തില്ല. സോ താങ്ക് ഗോഡ് ഫോർ തിങ്സ് ദാറ്റ് ഇസ് നോട്ട് റിവീൽഡ് ടു അസ്. ദൈവം കാണിച്ചു തരാത്തതും മറുപടി പറയാത്തതുമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി പറ. കാരണം അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി. അതാ പറയുന്നത്, നീ എഴുതി വെച്ച് കാത്തിരുന്നോ, ഞാൻ ചെയ്യും, ഐ വിൽ ഡു ഇറ്റ്. എന്നിട്ട് ഈ ബാക്കി ഞാൻ 2-ാം അധ്യായം പഠിപ്പിക്കുന്നില്ല, ബട്ട് എന്നാലും പറയാം. എന്തുവാ ഹബക്കൂക്ക് പറഞ്ഞു? കർത്താവ്, നീ കാണുന്നില്ല ഇവർ ഇതൊക്കെയാ ചെയ്യുന്നത്, നീ നീതിമാനായ ഒരു ദൈവമല്ലേ. ബാബിലോണിന്റെ സ്വഭാവം വേദോസത്തിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഈ 2-ാം അധ്യായം. കർത്താവ് പറഞ്ഞു, ഐ നോ എക്സാക്ട്ലി വാട്ട് ബാബിലോൺസ്. അവരുടെ സ്വഭാവം എന്ത്, അവരുടെ കുതിര എങ്ങനെ, അവരുടെ ലെപ്പേർഡ് എങ്ങനെ, അവരുടെ ചാരിറ്റ് എങ്ങനെ, അവരുടെ ഹൃദയം എങ്ങനെ, അവരുടെ സ്വഭാവം എന്തോ, അവരുടെ ചിന്ത എന്തോ, എല്ലാം എനിക്കറിയാം. അതിനെല്ലാം കൂടെ ചേർത്ത് അവർക്ക് വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. കർത്താവ് നീതിമാനായ കർത്താവ് അവർക്കെല്ലാം കൂടെ ചേർത്ത് അവർക്ക് വേറെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ മറന്നു പോയിട്ടില്ല, എൻ്റെ അക്കൗണ്ടിലുണ്ട്. ദാറ്റ് ഇസ് ഇൻ മൈ അക്കൗണ്ട്. അവരുടെ ദൈവങ്ങളെ കുറിച്ച് അറിയാം. അതിന്റെ 18-ാം വാക്യം വായിക്കുകയാണ്. അവരുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് 18 വായിക്കുക. 2:18. പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ, അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹം ശബ്ദം എനിക്ക് ബ്രേക്ക് ആയുള്ളൂ അതോ? I'll read it. Yeah. What profit is an idol when its maker has shaped it? A metal image, a teacher of lies. For its maker trusts in his own creation when he makes speechless അതിനാലല്ലോ idols. എന്ത് പ്രയോജനമുള്ളൂ? നോക്കി 19 മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിൽ ഷിബിയുടെ കേൾക്കത്തില്ലായിരുന്നു. ആ 2-ാം അധ്യായത്തില് കർത്താവിന് അതെല്ലാം അറിയാം. ഈ എളുപ്പന്ന് ഒരു 5 മിനിറ്റൂടെ ഇതിന്റെ റെസ്പോൺസ് എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുന്നത്, ഇത് നമുക്ക് എന്തുവാ ബന്ധം എന്തുവാ? ഓക്കെ, വേദനകളിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം. നമ്പർ 1 എന്തോന്നാ? വേദനകളിൽ എന്തുണ്ടാകാം? ചോദ്യങ്ങൾ ഉണ്ടാകാം. മറുപടിക്കായി ദൈവസന്നിധി പോവുക. സെക്കൻഡ് 1, മറുപടിക്കായി ദൈവസന്നിധിയിൽ മാത്രം പോവുക. മറുപടി കിട്ടുന്നിട വരെ അവിടെ ഇരിക്കുക. മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പാട്ട്. 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, 2-3 വാക്യങ്ങളൊന്നും. 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, 1-ഉം 2-ഉം. വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ടു ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ്. ശ്രദ്ധിച്ചു നോക്കി. ദൈവമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി കേട്ടു ഭയപ്പെട്ടത്. ദൈവത്തിന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു, കർത്താവ് നിന്നെ കുറിച്ചൊരു കേൾവി കേട്ടു, ഇപ്പൊ അങ്ങ് ഭയപ്പെട്ടു പോയ. ഇത്ര നേരം നിരാശയായിരുന്നു, കംപ്ലൈന്റ് ഇല്ല തുടങ്ങി. ഇവരെന്തോ അങ്ങനെ ചെയ്യുന്നത്, അവരെന്തോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ദൈവസന്നിധിയിൽ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോ എന്നോ പറ്റി, കർത്താവ് നിന്നെ കുറിച്ചൊരു കേൾവി. ഓർക്കുന്നോ ഇങ്ങനെ ഒരാൾ പറഞ്ഞത്? കർത്താവ് ഇത്രയും നാൾ ഒരു കേൾവി മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ എന്റെ കണ്ണാ ഞാൻ കാണുന്നു. അങ്ങനെ പറഞ്ഞിട്ട് നെക്സ്റ്റ് 3-4 മിനിറ്റ്സ് അതിന്റെ 16-ാം വാക്യം. പ്രശ്നം മാറിയിട്ടില്ല, പ്രശ്നം മാറിയിട്ടില്ല, പ്രശ്നം വഷളാകാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അതിന്റെ 16-ാം
എന്റെ ഉദരം കുലുങ്ങിപ്പോയി. മുഴക്കം ഹേതുവായി ഉദരം എന്റെ കുലുങ്ങിപ്പോയി. അധരം ആ വിറച്ചു. ആ അവൻ ജനത്തെ ആക്രമിക്കുവാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി. ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. എന്തിനാന്നറിയോ? ഹബക്കൂക്ക് പറയാ, ദൈവമേ, ബാബിലോണിൻ പട കുതിര വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയും. ഈ ദേശത്തെ വന്ന് ആക്രമിക്കാനായിട്ട് വരുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. അത് കേട്ട് ഞാൻ പേടിച്ചുപോയി, വിറച്ചുപോയി കർത്താവ്. കാരണം എന്താ വരുന്നത്? ഈ പട വരുക. പീപ്പിൾ ഹു അറൈസ് ഹു വിൽ ഇൻവേഡ് us. അവർ വന്നുകൊണ്ടിരിക്കുക. അവര് വന്നു ചില കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ചെയ്ത കാര്യങ്ങൾ. 17-ാം വാക്യം വായിച്ചേ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. അവിടെ നിർത്തിക്കേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് നടന്ന്. കാരണം എന്താ പറയുക, യുദ്ധത്തിന് വന്നിട്ട് ഇവര് ഫാം ലാൻഡ്സ് എല്ലാം നശിപ്പിച്ചു, എല്ലാം തകർത്ത് കളഞ്ഞു. അന്നേരം എന്തില്ല? ഫാക്ടറി ഇല്ല, ഒലിവില്ല, ആടുകളില്ല, മാടുകളില്ല, ജീവിക്കാൻ ഒരു മാർഗമില്ല. കഷ്ടത എന്തോ അത് നേരിട്ട് കണ്ടു. 1-നും 2-നും വർഷങ്ങൾക്ക് ശേഷം 3-ാം അധ്യായം എഴുതുന്നു, ബാബിലോൺ വരാൻ തുടങ്ങി. ബാബിലോൺ ഒന്നായിട്ടല്ല വന്നേ, 3 പ്രാവശ്യമായിട്ട് വന്നേ. ആദ്യം വന്ന് കുറച്ച് നശിപ്പിച്ചു 606-ൽ, പിന്നെ 596-ൽ വന്നു, 586-ലാണ് മൊത്തത്തിൽ നശിപ്പിക്കുന്നു. ഈ 600-ൽ ഇനീഷ്യലി നശിപ്പിക്കുന്ന സമയത്ത് ഹബക്കൂക്ക് പറയുന്നത്, ദൈവമേ, ഇതെല്ലാം പോയി, എല്ലാം നശിപ്പിച്ചു. അങ്ങനാണെങ്കിലും 18-ാം ആ അവസ്ഥയിൽ നിന്ന് ആ 18-ാം വാക്യം എഴുതുന്നതെന്ന് ഓർത്തോ. 18 വായിച്ച്. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. വായിച്ചു. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ പേടമാൻ കാൽ പോലെ ആക്കുന്നു. ഉന്നതങ്ങളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്വം. കാരണം എന്നറിയാം, 2-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നീ കാത്തിരിക്കണം, നീ പ്രാർത്ഥിക്കണം, നീ നീതിയോടുകൂടെ നിൽക്കണം. ഇങ്ങനൊക്കെ നടന്നാലും ഞാൻ സ്തുതിക്കും. ലെസൺ ദയവ് ചെയ്ത് എഴുതിയെടുക്കുക. പെയിൻ ക്യാൻ ലീഡ് ടു ക്വസ്റ്റ്യൻസ്. വെയിറ്റ് ഫോർ ആൻസേഴ്സ്. ആൻസേഴ്സിന്റെ അകത്തു നിന്ന് there should be trust that leads to rejoicing. ട്രസ്റ്റ് മാത്രം പാടില്ല. That should lead to rejoicing. കർത്താവിൽ സന്തോഷിക്കുന്ന അവസ്ഥയിൽ എത്തണം. അതാണ് സംഭവിച്ചത്. ഈ പേടമാന്റെ കാല്, ഐ വാസ് റീഡിങ് ദാറ്റ്. ഈ പേടമാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഡിയറാണ്. അതിന്റെ കാലിലൊരു പ്രത്യേകതയുണ്ട്. ഐ വാസ് റീഡിങ് ദിസ്. ഈ ആ സമയത്ത് ജെറുസലേമിലുള്ള പാറ, മൗണ്ടൻസ് വാസ് ഓൾ കർവ്ഡ് ആൻഡ് ബെൻഡ്. അതിന്റെ സൈഡിൽ കൂടെ ഓടുക എന്ന് പറയുന്നത് ഓടാൻ പറ്റത്തില്ല. ഈ സാധനത്തിന് മാത്രമേ ഓടാൻ പറ്റത്തില്ല. ഈ ഡിയറിന് മാത്രം. ഈ സൈസ് കാല്, അതിന്റെ ഒരു കാലിന്റെ ഹൂപ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രിപ്പ് കിട്ടും ഈ കോർണറിൽ കൂടെ ഓടിപ്പോകുമ്പോൾ. പറയുന്നത് ഇത്രയും സ്റ്റീപ്പും സ്ലിപ്പറിയും ആയിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഓടാനുള്ള കൃപ കർത്താവ് ആക്കി തരണേ. ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്, ഹി ഹാസ് മെയ്ഡ് മൈ ഫീറ്റ്. എന്റെ കാല് പേടമാന്റെ കാല് പോലെ ആക്കും. ഇതങ്ങ് പാട്ടിൽ എഴുതിക്കോളാം. ദിസ് ഇസ് ദ സോങ്. ഇറ്റ് ഇസ് നോട്ട് ദ മൗണ്ടൻ വിൽ ഗോ അവേ. പാറ പോകുന്നുള്ളതല്ല, എന്റെ ഐഡന്റിറ്റി മാറി, എന്റെ വ്യക്തിത്വം മാറി. ഇപ്പൊ ഞാൻ ആരെ പോലായി? പേടമാനെ പോലായി. തുടങ്ങിയപ്പോൾ എങ്ങനെ തുടങ്ങി? ഔലോങ്ങെന്ന് തുടങ്ങിയ ആള് തീരുന്ന എങ്ങനെ? പാട്ടിൽ. സ്ഥിതി വഷളായി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനെക്കാട്ടി കൂടുതൽ വഷളായി. Our pain can sometimes have questions. Our questions should have answers in the Lord.
And the answer should lead us to two states in life: trust and rejoice. എന്താണ്? Trust and rejoice. It's a reality in Christian life, all of us. നമ്മളെല്ലാം ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളെത്തും. എന്നാൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഹബക്കൂക്കിനെ പോലും യോബിനെ പോലും ഒക്കെ, യോനെ പോലൊക്കെ നമുക്ക് പറയാൻ പറ്റും, വേദനയുടെ അവസാനം എന്നെ പൊന്നുപോലെ ആക്കിയത് എൻ്റെ ദൈവം. അതുകൊണ്ട് എന്ത് പറ്റി? എന്നെ ആശ്രയിക്കാൻ പഠിപ്പിച്ചു, ദാറ്റ് ഇസ് ട്രസ്റ്റ്. എന്നെ സന്തോഷിക്കാനും ദൈവത്തിൽ സ്തുതിക്കുവാനായിട്ട് സാധിപ്പിച്ചു, അതെന്റെ റിജോയ്സിങ്. ക്രിസ്തുവിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിച്ചു. എന്നിൽ ക്രിസ്തുവിൽ സന്തോഷിക്കാൻ ദൈവം. ഈ ദിവസങ്ങളിൽ ചോദ്യങ്ങളൊക്കെ എന്തോ ചെയ്യണം? എങ്ങോട്ട് കൊണ്ടുപോകണം? ദൈവസന്നിധി കൊണ്ടുപോകും. ഹൗ, വൈ, രണ്ടിനും കുഴപ്പമില്ല. പക്ഷെ എവിടെ കൊണ്ടുപോകണം? ദൈവസന്നിധി. കർത്താവേ, നീ മറുപടി പറയാതെ ഞാൻ വിടാൻ പോകും. I'm going to stay here. ഹബക്കൂക്ക് ചാപ്റ്റർ 2:1 എന്നെ ഏറ്റവും സ്പർശിച്ചു. ഞാൻ പോകുന്നില്ല കർത്താവ്. I'm staying. ഞാൻ എങ്ങും പോകുന്നില്ല. I'm just going to be here. കർത്താവ് പറഞ്ഞു, ഹബക്കൂക്ക് എന്നാ ശരി, എന്നാ വലിയൊരു പാറ എടുത്തു, എഴുതിക്കും നിന്റെ മറുപടി. ഹിയർ, വെയിറ്റ്, വാച്ച്, പ്രേ, ബി റൈച്ചസ്. At my time I will do it. Don't worry, I got it. എത്ര മനോഹരമല്ലേ? കർത്താവെ, അറിയാത്തതിനായിട്ട് സ്തോത്രം. ചില മറുപടികൾ അറിയാത്തതിനായിട്ട് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all.